ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ചൊരു വിശേഷമല്ല. ഞാൻ കുറേ ദിവസമായി ഇപ്പോൾ വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. അതുതന്നെയാണ് ഇപ്പോഴത്തെ പുതിയ വിശേഷം. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാത്ത കാരണം അതാണ് കേട്ടോ. വീട്ടിലിരുന്ന് ഒന്നാമത് മടിയായി, രണ്ടാമത് ഞാൻ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ എനിക്ക് ഈ വീട്ടിലത്തെ കാര്യങ്ങളും ചോറും കറി ഉണ്ടാക്കുന്നത്, അടിച്ചു വാരുന്നത്, വെറുതെ ചൊറിയും കുത്തിരിക്കുന്നത് ഇതൊക്കെ എനിക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടാത്തത്. അപ്പോൾ എന്തെങ്കിലും കണ്ടന്റ് വരുമ്പോഴേ നമുക്ക് എടുക്കാൻ ഒരു ഇത് വരുത്തോനെ വരിക. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന കാരണങ്ങളാണ് എനിക്ക് എടുക്കാനൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്ത കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് എന്താ പറയുക, ആക്ച്വലി ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആകെ ദാരിദ്ര്യത്തിൽ പെട്ടുപോയാണ്. ദാരിദ്ര്യത്തിൽ പെടുക മീൻസ് അങ്ങനെയല്ല, ഭയങ്കര ദാരിദ്ര്യം അതല്ല. ഇപ്പം നമുക്ക് ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ബിസ്ക്കറ്റ് ഉണ്ട്, കേക്ക് ഉണ്ട്, ബ്രെഡ് എന്നൊക്കെ വിചാരിക്കുമ്പോൾ അതില്ല അല്ലേ, പിന്നെ കട്ടൻ ചായ കുടിക്കാം അങ്ങനെ വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ചോറുണ്ടാക്കണ നേരത്തെ ചോറിന് എന്തൊക്കെ ഉണ്ടാക്കുക, ചോറിനെന്താ നമ്മൾ കുറേ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു ക്വസ്റ്റ്യനാണ്, എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിട്ട്. ഒന്നും ഇല്ലെങ്കിലും ഒരു ക്വസ്റ്റ്യനാണ് എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഒന്നുമില്ലാത്തൊരു ക്വസ്റ്റ്യൻ്റെ തരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇന്നലെ ഉപ്പേരി വെക്കാൻ പയറുണ്ടായിരുന്നു, ഇന്ന് ക്യാബേജ് ഇരിക്കുന്നുണ്ട്, അത് ഉപ്പേരി വെക്കേണ്ടി വരും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള സാധനങ്ങളുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഉണ്ടാക്കാനുള്ള സാധനം ഇല്ല. അതാണ് പറഞ്ഞത് ദാരിദ്ര്യത്തിൽ ആയി പോയി എന്നുള്ള കാര്യം. ഇനി നമുക്ക് രണ്ട് വാക്ക് ഇരുന്ന് സംസാരിക്കാൻ നേരമൊന്നുമില്ല. ഞാൻ പോവുകയാണ് പണിക്ക്. ഇന്ന് മമ്മക്ക് വെയ്യാതിരിക്കണം മീൻസ് മമ്മക്ക് പീരീഡ്സ് ആയിട്ടിരിക്കണം, വേറെ ഒന്നുമല്ല. അപ്പം അമ്മ അവിടെ കിടക്കും. അപ്പം ഞാൻ കുറച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് കിച്ചണിക്ക് കയറുന്നത് പ്രശ്നമില്ലാത്ത കാര്യമാണ്, ഞാൻ കുറേ മുമ്പേ പറഞ്ഞത്. പക്ഷേ ഇന്ന് അടിച്ചു വാരും തുടക്കം വേണം. അത് രണ്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. എനിക്ക് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആകെ അയ്യോ ഇനിയിപ്പോൾ ചെയ്യാണ്ടല്ലോ എന്ന് ആലോചിക്കണം. അപ്പം പിന്നെ ചോറിന് എന്തുണ്ടാക്കണം തീരുമാനിക്കണം, അടിച്ചു വാരണം, തുടക്കണം. പിന്നെ ഇന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനും പോകാനുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഈ ദാരിദ്ര്യത്തിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പൈസ വരുമ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടും. ഈ പൈസ വന്നത് കാട്ടെ, ഈ പൈസ വന്നത് കാട്ടെ അങ്ങനെ വിചാരിക്കും. അല്ലാതെ എപ്പോഴും കയ്യിൽ പൈസ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം ഇത് ഒരു കാര്യം പറയുന്നത് സത്യം, അതായത് വരവിനനുസരിച്ച് ചിലവുണ്ടാവുമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഇവിടെ വരവിനേക്കാളും ചിലവുണ്ടെന്നൊരു ഡൗട്ടില്ലായ്മ കുറവില്ലായ്മല്ല. അപ്പോൾ അങ്ങനെ ആയ കാരണം കൊണ്ടാണ് പൈസ കുറച്ച് ടൈറ്റ് വന്നപ്പോഴാണ് ഫുഡ് മേടിക്കാൻ അവസ്ഥയില്ലാതായത്. ഫുഡ് മേടിക്കാൻ അവസ്ഥ ഇല്ലാതായി മീൻസ് അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ഇവിടെ മുളക് പൊടി കഴിഞ്ഞു, മല്ലിപ്പൊടി കഴിഞ്ഞു. പിന്നെ എനിക്കാണെങ്കിൽ ഇടയ്ക്ക് ഈ പാൽ ചായ കുടിക്കാൻ പൂതിയാവും. പാൽപ്പൊടി ഇവിടെ ഉള്ള സമയത്ത് എനിക്ക് പാൽ ചായ കുടിക്കാൻ അധികം തോന്നാറ്. പക്ഷേ പാൽപ്പൊടി ഇല്ലാത്ത കാരണം കൊണ്ട് പാൽ ചായ കുടിക്കാം, പാൽപ്പൊടി ഇല്ല. കോൺഫ്ലാക്സ് ഉണ്ട്, കോൺഫ്ലാക്സ് ഉണ്ടാക്കാൻ പാൽപ്പൊടി ഇല്ല. അല്ലെങ്കിൽ ബൂസ്റ്റ് ഉണ്ടാക്കാൻ പാൽപ്പൊടി ഇല്ല. അങ്ങനെയൊക്കെ പാൽപ്പൊടിനായിട്ട് ഭയങ്കര ബന്ധം എനിക്കിപ്പോൾ. പാൽപ്പൊടി ഉള്ള സമയത്തൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ട്, ഒരു മീനോ അല്ലെങ്കിൽ ചിക്കനോ മേടിക്കാനുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ വീട്ടിൽ സാധനം സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ. എപ്പോഴും ഇങ്ങനെ പോയി വരാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാറാണല്ലോ. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സാധനങ്ങൾ മേടിച്ചിട്ടില്ല. അതാണ് ദാരിദ്ര്യത്തിലായി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് മേടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് കിച്ചണിക്ക് പോയിട്ട് എന്തൊക്കെയാണോ ഉണ്ടാക്കാനുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ പോകാം. അടുക്കളയൊക്കെ എത്തിയാൽ പിന്നെ ഷാളുന്ന സമയത്തേക്ക് ഇങ്ങനെയുള്ളത് കേട്ടോ കൂടുതൽ ഇഷ്ടം. കാരണം ഇത് പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് വരില്ല, ബാക്കിലേക്ക് ഇറങ്ങി പോകില്ല, നല്ല സുഖമാണ് ഇങ്ങനെ ഇട്ടാൽ. അപ്പം നമ്മൾ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, അരി തിളപ്പിക്കല്ല, ചോറുണ്ടാക്കും. ആദ്യം നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടി വെക്കാം, എന്നിട്ട് ആലോചിക്കാം ബാക്കി എന്ത് വേണം. ഇവിടെ നമ്മൾ അരി ഇടുന്ന സമയത്ത് സാധാരണ വളാഞ്ചേരിയിലൊക്കെ നമ്മൾ പാട്ടുണ്ടാവുമല്ലോ, പാട്ട ഉണ്ടാകും കേട്ടോ. പക്ഷെ ഇവിടെ പാട്ടല്ല. ഇവിടെ ഞങ്ങൾ എന്തോ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ ഇത്രയും ചെറിയ കപ്പിലാണ് ഞങ്ങൾ അരി വെക്കാറ്. അതുകൊണ്ടാണ് ഈ ബക്കറ്റ് ഇപ്പോഴും തീരാതിരിക്കുന്നത്. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ അരി വെക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാവും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു ഗ്ലാസ്, പിന്നെ മമ്മക്ക് വേണ്ടി ഒരു ഗ്ലാസ്, പിന്നെ സായ്മക്ക് വേണ്ടിയിട്ട് 1/2 ഗ്ലാസ് മതി. ഞങ്ങൾ അത്ര ചോറുന്നാറുള്ളൂ, അത്ര മതി. ഇനി ഇത് നമുക്ക് കഴുകി വെളുപ്പിച്ച് വെളുത്തിട്ടാണ് വെക്കുന്നത്. കഴുകിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചോറങ്ങനെ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ക്യാബേജ് ഇപ്പോഴും നല്ലപോലെ ഇരിക്കുന്നുണ്ടോയെന്ന് നോക്കാം. കാരണം കുറച്ച് ദിവസമായി മേടിച്ചിട്ടേ അതൊന്ന് ചെക്ക് ചെയ്യട്ടെ. ക്യാബേജിന് പുറമേ എന്തൊക്കെയോ ഒരു കേടുണ്ട് തോന്നണം. നമുക്ക് തൊലികൾ കളഞ്ഞു നോക്കാം. ഉപ്പായി വരികയൊക്കെ ആദ്യം ഒരു ലെയർ ഉരി, രണ്ടാമത്തെ ഉരി, മൂന്നാമത്തെ ഉരി, ഇങ്ങനെ പോയ ഇല മൊത്തം എടുത്ത് കളയേണ്ടി വരും കേട്ടോ അവസ്ഥയിലാക്കാരം. ഏകദേശം സുന്ദര കുട്ടപ്പന അയക്കണം. ഇപ്പം തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടോ. അയ്യോ അല്ല എൻ്റെ കയ്യിൽ ഓക്കെ കണ്ടോ, വലിയ കുഴപ്പമില്ലാതെ അയക്കണം. ഒരു 2 തൊലിയും കൂടി കളയാം.
അപ്പം ശരിക്കും സുന്ദര കുട്ടപ്പനെ കണ്ടോ കണ്ടോ കറക്റ്റ് സുന്ദര കുട്ടപ്പൻ. ഇനി നമുക്കിത് സ്മോൾ പീസായിട്ട് കട്ട് ചെയ്യാം. ആക്ച്വലി ഇപ്പോൾ കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാൻ വളരെ സുഖമാണ്. ആകെ കുഞ്ഞേ പാർട്ടുള്ളൂ, ആകെ കുഞ്ഞേ പാർട്ടുള്ളൂ, ബാക്കി ഇതിൻ്റെ ഭാഗം പൊട്ടിപ്പോയി. ഞങ്ങൾ ഈ കട്ടിംഗ് ബോർഡ് എപ്പോഴും ഇങ്ങനെ കഴുകും. അപ്പോൾ കഴുകി മരത്തിൻ്റെ അല്ലേ പൊട്ടിപ്പോയി. ഇപ്പോൾ ഈ പകുതി മാത്രമേ ഉള്ളൂ. ഇനി പുതിയൊരു കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ട് വേണം. അപ്പോൾ നമുക്ക് ഈ കുഞ്ഞ് കട്ടിംഗ് ബോർഡിനെ കട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ ക്യാബേജ് ഉപ്പേരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ അരിയേണ്ടതെന്ന് വലിയ പിടുത്തൊന്നും എനിക്കില്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇടയ്ക്കേ അരിയാറുള്ളൂ. ഇടയ്ക്ക് അരിയുമ്പോൾ ഇങ്ങനെയൊക്കെ ആരും, കാരണം എവിടെ നിന്ന് അരിയണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ഈ ഐഡിയ ഒന്നും എനിക്കുണ്ടാവില്ല. അതിപ്പോൾ ഈ വെട്ടണ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇലയൊക്കെ വെറുതെ ഇങ്ങനെ കയ്യിൽ പോരില്ല. ഞാൻ വിചാരിച്ചിരുന്ന ഇല മാത്രമായിട്ട് എടുത്തിട്ട് അങ്ങനെ ഉണ്ട് മുറിച്ചിതാക്കിയാലോ വെച്ചിട്ട് അതൊന്നും നടന്നില്ല. അപ്പോൾ കഴിച്ചിൻ്റെ ക്യാബേജ് അരിയിൽ കഴിഞ്ഞ് ഭയങ്കര നൈസായിട്ട് അരിഞ്ഞുണ്ടോ. ഇത് ഞാൻ അരിഞ്ഞല്ല, ഫുഡ് പ്രൊസസ്സർ ഇട്ടിട്ട് അരിച്ചതാണ് കേട്ടോ, അല്ല അരിഞ്ഞതാണ് കേട്ടോ. ഫുഡ് പ്രൊസസ്സർ അടിപൊളിയാണ്. ഞങ്ങൾ മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട സാധനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫുഡ് പ്രൊസസ്സറിൽ ഇട്ടിട്ട് ക്യാബേജൊക്കെ അരിഞ്ഞു നമുക്ക് മഞ്ഞ കളർ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി തേങ്ങ ചിരവിട്ട് ഇച്ചിരി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ പോകാം, അല്ലെങ്കിൽ ചട്ടി കരയിലുടങ്ങും. ക്യാബേജ് അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉപ്പേരി വെക്കാൻ വലിയ സീനൊന്നുമില്ലല്ലോ. ഉപ്പേരി വെക്കാൻ ജസ്റ്റ് നമ്മൾ സാധാരണ എല്ലാവരും കാട്ടുന്ന പോലെ കാട്ടിയാൽ മതി. എല്ലാവരും കാട്ടുന്ന പോലെ അല്ല, ഉപ്പേരി വെക്കണ പോലെ കാട്ടിയാൽ മതിയല്ലോ. അങ്ങനെ പിന്നെ ക്യാബേജൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇടുമ്പോഴായിട്ടാണ് ക്യാബേജ് ഈ ഫുഡ് പ്രൊസസ്സറിൽ അടിച്ചിട്ടേ നല്ല നൈസായിട്ട് ക്യാബേജൊക്കെ പേസ്റ്റ് പോലെ ഇരിക്കും. അപ്പോൾ അല്പസമയത്തിന് ശേഷം നമ്മളെ ഉപ്പേരി പിന്നെ ചോറ് നല്ല ചൂടുണ്ട്, ഇത് രണ്ടും റെഡിയായി കേട്ടോ. ഇനി അടുത്ത പണിക്ക് പോകുന്നതിന് മുന്നേ ഒരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. പാൽപ്പൊടി ഇല്ലാത്ത എങ്ങനെ കാപ്പി കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പേടിക്കണ്ട. ഇവിടെ നെസ്കഫേൻ്റെ 3-in-1 കോഫി പൗഡർ ഉണ്ടായിരുന്നു, അതിട്ടാണ് ഈ കാപ്പി ഉണ്ടാക്കിയത്. ഒരു ഹാഫ് പാക്കറ്റ് ഉണ്ടായിരുന്നു, അതാണ് ഇട്ടത്. അതിൻ്റെതായ ചെറിയൊരു പോരായ്മകളുണ്ട്. സാരല്ല, അടിപൊളിയാണ്. നമുക്ക് സ്ഥലത്ത് പോയി ഇരുന്നിട്ട് കുടിച്ചിട്ട് പിന്നെ നമുക്ക് അടിക്കലും തുടക്കലും തുടങ്ങാം. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വേഗം ഞാൻ അടിക്കലും തുടക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അടിക്കലും തുടക്കലും പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളത്. ഈ അടിച്ചു വരുമ്പോൾ എല്ലാതും പൊക്കിയിട്ടും താഴ്ത്തിയിട്ടും ഒക്കെ ഇങ്ങനെ അടിച്ചു വരണം. സാള അങ്ങോട്ട് നീക്കിയിട്ടൊക്കെ അടിച്ചു വരണമല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര മടിയാട്ടോ. അത് അയച്ചിട്ട് വൃത്തിയില്ലാതിരിക്കണത് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ വൃത്തിയാക്കാനായിട്ട് ഇറങ്ങാൻ എനിക്ക് മടിയാണ്. അടുക്കളയിൽ ഞാൻ എന്ത് വേണമെങ്കിലും കാട്ടും, അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമില്ല. പക്ഷേ ഈ വീട് വൃത്തിയാക്കാൻ തുടക്കുക ആ കാര്യം എനിക്ക് വലിയ ഇഷ്ടമല്ല. മമ്മക്കാണെങ്കിലും മമ്മക്ക് കിച്ചണിക്ക് കയറാൻ വലിയ താല്പര്യമില്ല, വൃത്തിയാക്കാൻ അടിച്ചു വരാനൊക്കെ നല്ല ഇഷ്ടമാണ്. മമ്മ അങ്ങനെ, ഞാനിങ്ങനെയും. അപ്പം ഞാൻ കിച്ചണിൽ കയറുന്ന സമയത്ത് മമ്മ അങ്ങനെ അടിച്ചു വരും, മറ്റേ ഞാൻ അടിച്ചു വരുന്ന സമയത്ത് മമ്മ കിച്ചണിൽ കയറും. അങ്ങനെ ഒരു ബാലൻസുകളാണ് ഞങ്ങൾ കൊണ്ടുപോകാറ്. ഇതിപ്പോൾ നമുക്ക് വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ സൽക്കർമ്മം ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേനും മമ്മ പറഞ്ഞു അന്ന് അടിച്ചു വാരി തുടക്കൽ കൂടി കഴിച്ചാളാം, അതും കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ പിന്നെ സൽക്കർമ്മം കുറച്ചും കൂടി അഞ്ഞപ്പോൾ കുഴപ്പമില്ല. ഉമ്മാൻ്റെ കാലടിപ്പാടിലാണല്ലോ, അതല്ലേ കാലടിയിലാണല്ലോ സ്വർഗം. അപ്പോൾ നമുക്കത് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജോലി ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇൻട്രോ എടുത്തപ്പോൾ തന്നെ അടിച്ചാലും തുടക്കലും കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കുളിച്ചിട്ട് തിന്നിട്ട് കുളിക്കാം. കുളിച്ചിട്ട് തിന്നല്ല, തിന്നിട്ട് കുളിക്കാൻ പാടില്ല. സത്യം പറഞ്ഞാല് കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കാം. ചോറിന് ദാലും കറിയുണ്ട്. നമ്മുടെ വീഡിയോയിൽ ഞാനേ ഇപ്പോൾ 39 വയസ്സാട്ടോ, 33 വയസ്സൊന്നുമല്ല പഠിച്ചോളെ. 33 വയസ്സൊക്കെ ആണെങ്കിൽ എത്ര തന്നായിരുന്നു. അയ്യാ ശരിക്കാനും വെക്കില്ല, പല്ല് കൊളത്തും കൈസ് പാവം. മറ്റേ ഞാൻ ആയ കാലത്തേ ഒരു സമ്പത്ത് കാലത്ത് തയ്യപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കൈപ്പത്ത് ആപത്തിലിരിക്കാം. അപ്പോൾ ചോറും കറിയൊക്കെ നമ്മളെ തൈ ഉണ്ടാക്കി ചിരിക്കാൻ പറ്റില്ല, കൊടുത്തും നല്ല രസമുണ്ട് കറിയൊക്കെ. ദാല് കറിയും ക്യാബേജ് ഉപ്പേരിയും ചമ്മന്തി. മമ്മനോട് മുളക് കൊണ്ടുവരാന്, ആ മുളകേറ്റ ചമ്മന്തി ഉണ്ടാക്കിയിരിക്കണ്. മനസ്സിലായി. സാരില്ല, തിന്നോ. നല്ല ആദ്യത്തെ ശരി നമ്മൾ എക്സ്പെക്ടേഷനിലൊക്കെ കഴിക്കുമ്പോഴേ പെട്ടെന്ന് തട്ടിയതാ. ഒരു മാങ്ങോട് മുറിച്ച് രസമായിരുന്നു. അത്ര കണ്ട അത്ര വിശാലായി ഒന്നും കൊടുന്നു അത് പറ്റൂല. അതിനാണ് ഇങ്ങനെയൊക്കെ ചെറുതായി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിരിക്കണത്. ഞാൻ കഴിക്കട്ടെ കൈക്ക് പള്ളയെ കാളുന്നുണ്ട്. ഞങ്ങളിപ്പോൾ പോകെ വെജിറ്റേറിയൻ ആവുന്നുണ്ടോന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഇന്നലെ ഇതേപോലെ പയറുപ്പേരും പിന്നെ എന്തോ തക്കാളി ചട്നി അങ്ങനെ എന്തോന്നോ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ഇന്നിപ്പോൾ ഇത് ക്യാബേജ് ഉപ്പേരിയും ദാല് കറിയും. അങ്ങനെ പോകെ ചെറുതായിട്ട് വെജിറ്റേറിയൻ ആയി ഇങ്ങനെ വരുന്നുണ്ട്. സോ ഗൈസ്, തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഇനി
സത്യം പറഞ്ഞാൽ എത്ര ദാരിദ്ര്യത്തിലാണെന്ന് പറഞ്ഞാലും തിന്നാൻ സാധനങ്ങളൊന്നും ഇല്ല പറഞ്ഞില്ലേ. പക്ഷെ മാങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെങ്ങനെ അറിയോ, എത്ര 2 കിലോ 100 2 കിലോ 100 2 കിലോ 100 പറഞ്ഞിട്ട് മാങ്ങക്കാരൻ പോയപ്പോ അപ്പ മേടിച്ചാട്ടോ. അത് മേടിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളൂ തോന്നുന്നു. അത് മേടിച്ചിട്ട് പിറ്റേ ദിവസം 2.5 കിലോ 100 മാങ്ങ എന്ന് പറഞ്ഞപ്പോ ഓടുകയാണ്. പൈസ അല്ലേ, പൈസ ഉണ്ടാവും നമ്മള് വിഷയമല്ല. മാങ്ങ കണ്ടാൽ മേടിച്ചോളണം. നമുക്ക് വീക്ക്നെസ് ആണ് ഈ മാങ്ങ. ഇങ്ങനെ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ തിന്നിട്ടോ. പക്ഷെ ഞാനിട്ട് പൊളിക്കൂല വേറെ കാര്യം. ചെത്തി തന്നാ തിന്നൊടുക്കും. സോ ഗൈസ്, ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജാംജുമുക്ക് പോകാൻ വേണ്ടി പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പറയാം, ദാരിദ്ര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ദാരിദ്ര്യം നമുക്ക് മാറ്റണ്ടേ. അപ്പോൾ നമ്മൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ജാംജുമുക്ക് പോവാണ്. അപ്പം ഞാൻ വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വരാം ഗൈസ്. അപ്പം എൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ സാധനം മേടിക്കാൻ വേണ്ടി പുറത്ത് പോകാൻ വേണ്ടി പോവാണ്. അതിൻ്റെ മുന്നേ ഞാൻ ഇട്ടിക്കണ ഷോർട്ട് കുർത്ത കണ്ടോ, ഇതൊരു ഷോർട്ട് കുർത്ത ഉണ്ട്. സൈഡ് ഓപ്പണുള്ള കുർത്ത ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ഷോർട്ട് കുർത്ത, കോട്ടൺ മെറ്റീരിയൽ പോലത്തെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഷോർട്ട് കുർത്ത. അപ്പോൾ ഞാൻ ഫ്രഷ് മീഷോന്ന് മേടിച്ച ഷോർട്ട് കുർത്ത ഇട്ടാണ് പോകാൻ പോണത്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. അപ്പം നമ്മൾ ജാംജൂമിൽ പോയിട്ട് എല്ലാ സാധനവും മേടിച്ച് കൊടുന്നു. ഇത് പരാഗിൻ്റെ കവറാട്ടോ, ഇതൊരു ചാക്കിലിട്ടതാണ് പൊക്കാൻ വയ്യാഞ്ഞിട്ട്. അവിടെ പോയിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല റഷുണ്ട്, തിരക്കിയിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വേഗം സാധനം മേടിച്ച് വരുന്നുണ്ട്, മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം പോയി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുന്നു. എന്തൊക്കെ മേടിച്ചെന്നുള്ള ഞാൻ ഇദ്ദേഹം കാണിച്ചു തരാം. ക്യാരറ്റ് മേടിച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഇപ്പം എന്തിനാ, നമുക്ക് ഈ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ വല്ല ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ആവശ്യമാണ്. അതിനെ ക്യാരറ്റ് മേടിച്ചിരുന്നത്. പിന്നെ ഈ ഫുഡ് ലൈഫിന്റെ പാല് ദീനത്താത്ത കൊടുക്കാനാണ് കേട്ടോ. ദീനത്താത്ത 100 പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് തിരിച്ചു കൊടുക്കാൻ അവസരം കിട്ടിയത്. പിന്നെ റവ പറയണ്ട, എനിക്ക് ഉപ്മാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഉണ്ടാക്കാൻ സിമ്പിളാണ് അതുകൊണ്ട്. പിന്നെ കുറച്ച് ഞങ്ങളിവിടെ ഈ ചില്ലി പൗഡറും കാശ്മീരി ചില്ലി പൗഡറും ഒരേ അളവിനെ മേടിക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഞങ്ങളത് മിക്സ് ആക്കിയിട്ടില്ല, ഒറ്റക്കല്ല മിക്സ് ആക്കിയിട്ടിടും. അപ്പോൾ നമുക്ക് കളറും കിട്ടും, എരിവിന് എരിവും കിട്ടും. അങ്ങനെ ഞങ്ങൾ മിക്സ് ആക്കിയിട്ടാണ് പൗഡറുകൾ ഇടാറ്. ഇത് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ പാൽപ്പൊടി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല. എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ പാൽച്ചായ എടുക്കാൻ പൂതിയാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പാൽപ്പൊടി കണ്ടപ്പോൾ ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ചായ കുടിക്കണം, പാൽ വെള്ളം കുടിക്കണം എന്നൊക്കെ പൂതിയായാൽ ഇനി ആ ഒരു സങ്കടം വരാൻ പാടില്ല. നമ്മുടെ കയ്യിൽ എല്ലാ സാധനവും വേണം. അതിനാണ് ഈ പാൽപ്പൊടി മേടിച്ചിട്ടുള്ളത്. പിന്നെ ഉപ്പ്, പച്ചരി. ഈ പച്ചരി എന്തിനാ മേടിച്ചിട്ടുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു കേട്ടോ. ഈ പച്ചരി ഒരു സ്പെഷ്യൽ കാര്യത്തിനാണ് മേടിച്ചിട്ടുള്ളത്. എന്തേ ഒരു കാര്യം കൂടെ മേടിച്ചിട്ട് ഇവിടെ അല്ല, കറുവടി തരാമല്ലോ പോയിക്കോ. അതൊക്കെ ഓരോ സാധനം ഉള്ളിൽ വെച്ചിരുന്ന സാധനങ്ങളാണ്. അതിന് കറുവട്ടി ഊരാൻ പറ്റൂല, അതുകൊണ്ടാണ്. അങ്ങനെ സാധനങ്ങളുടെ ഇടയിൽ കൂടെ പോയിട്ടുണ്ട്. ഈ പച്ചരി എന്തിനാന്ന് വെച്ചാൽ സ്പെഷ്യൽ കാര്യത്തിനാണ്. ഞാൻ എന്താണ് അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇഞ്ചി, ഉള്ളി സവാള മേടിച്ചിട്ട്. പിന്നെ ഇത് മുഴുവൻ മീനാണ്. വെത്തളുണ്ട്, കൂന്തളുണ്ട്, ഒരു കഷ്ണമീനുണ്ട്. കേദറിന് തോന്നുന്നത് അങ്ങനത്തെ തന്നെ പേര് തോന്നുന്നു. ഒരു പിടുത്തം കിട്ടില്ല എന്താ പേരുണ്ട്. കണ്ടപ്പാണ്ട് മേടിച്ചു. 3 ടൈപ്പ് മീൻ മേടിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ ഇങ്ങനെ എടുത്തൊക്കെ കണ്ടോ. ഞങ്ങൾ ഇടക്കിടക്ക് പുറത്തിറങ്ങുമല്ലോ, മാസമല്ല ആഴ്ചയിലേക്ക് മീൻ മേടിക്കാൻ ഒറ്റടിയോട് പോയി മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ എടുത്തേക്കാറ് കേട്ടോ. ഫ്രിഡ്ജിൽ എടുത്തേക്കുമ്പോൾ എങ്ങനെ എടുത്തേക്കണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്ലോറക്സ് ആണ് കേട്ടോ. എല്ലാതും ഒരു വെട്ടിത്തിളങ്ങി വെളുക്കട്ടെ, അതിന് വേണ്ടിയാണ് ക്ലോറക്സ് മേടിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ വെള്ളപാത്രങ്ങൾ, വെള്ള ഗ്ലാസ്സൊക്കെ അഴുക്കായാലും അപ്പോൾ ഒരു ക്ലോറക്സ് മുക്കിയൊക്കെ എടുക്കും. കഴിഞ്ഞു, വെള്ളപാത്രമായി നമ്മൾ വരച്ചിടേണ്ട ആവശ്യം കൂടിയില്ല. അതിനാണ് ഈ ക്ലോറക്സ് മേടിച്ചിരിക്കുന്നത്. ഈ ക്ലോറക്സ് അടിപൊളിയാട്ടോ. ഇത് തന്നെയാണ് എല്ലാവരും മേടിക്കാറുള്ള ക്ലോറക്സ് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഇത് കാണാത്ത അയ്യോ ഇത് ഈ ക്ലോറക്സ് ഈ ക്ലോറക്സ് അടിപൊളിയാട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉണക്കമുളകുണ്ട്, തക്കാളി ഉണ്ട്, പരിപ്പുണ്ട്. ഈ പരിപ്പും ഞാൻ തമ്മിലുള്ള ബന്ധം വലിയൊരു ബന്ധമാണ്. എനിക്ക് പരിപ്പില്ലാതെ ജീവിക്കാൻ വല്ല ഇടക്കിടക്ക് ഇങ്ങനെ പരിപ്പ് കറി ഉണ്ടാക്കണം. ദാല് കറിക്ക് ഭയങ്കര ഇഷ്ടമായി ദാല് കറി. പിന്നെ അടുത്ത ഞാൻ മോംസാനിക്കുന്ന ബിസ്ക്കറ്റ് മേടിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇപ്പോൾ
ഈ ചായ കുടിക്കാൻ നേരത്ത് എന്ത് കഴിക്കും, ബിസ്ക്കറ്റും കാണില്ല, ഒന്നും കാണില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുക. അപ്പോൾ ഞാൻ വേഗം മോംസ് മാജിക് കണ്ടപ്പോൾ അതങ്ങോട്ട് മേടിച്ചു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ് മോംസ് മാജിക്. മോംസ് മാജിക്കും ഇഷ്ടമാണ്, ഗുഡ് ഡേ ഇഷ്ടമാണ്. പിന്നെ ഇത് സൺഫ്ലവർ ഓയിലും ഇത് എണ്ണയും. ഇവിടെ തെങ്ങില്ല, തേങ്ങയില്ല ആട്ടാൻ വേണ്ടിയിട്ട്. സാരല്ല, അപ്പം നമുക്കിങ്ങനെ പുറത്തുനിന്ന് എണ്ണ മേടിക്കാം. അതാണ് തെങ്ങും തേങ്ങയും ഇല്ലാത്ത ആൾക്കാർക്കുള്ള ഐഡിയ. പിന്നെ ഇത് കുറച്ച് മൈദ, അത് നമുക്ക് എന്തും കാട്ടാമല്ലോ. ദോശ ഉണ്ടാക്കാം, പൊറാട്ട ഉണ്ടാക്കാം, പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത്. ഞാൻ മീൻ ഇട്ടൊക്കെ അല്ലെങ്കിൽ ചീയയിന് അടുത്ത് മമ്മൻ്റെയൊക്കെ നിങ്ങൾക്ക് വേറെ ചീത്ത കിട്ടും. അപ്പോൾ ഇന്ന് കൂന്തൾ കണ്ടപ്പോൾ കൂന്തളാട്ടോ മേടിച്ചിരിക്കുന്നത്. നല്ല ഫ്രഷ് കൂന്തളാണ്. അപ്പോൾ കൂന്തൾ നമ്മൾ ഈ എല്ലാ മീനും എടുത്തേക്കുന്ന സമയത്ത് അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് വേണത്തിൽ എടുത്തേക്കാൻ. അപ്പോൾ നമുക്ക് കുറേ ദിവസം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് വെള്ളമാക്കിയിരിക്കണം, അവിടെ താഴ്ത്തി കാണിക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളമാക്കിയ മീനുകൾ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് കുളിച്ച് മാറ്റി വന്നിട്ട് വേണം ഈ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട്. അതും എൻ്റെ ഡ്യൂട്ടിയാണ്. മമ്മ വയ്യാതെ എടുക്കല്ലേ, സൽക്കർമ്മം. ഇവിടുത്തെ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ അവസ്ഥ അപ്പം എങ്ങനെയാണോ, അതായത് ഇതൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കയ്യിൽ പോരും. ജസ്റ്റ് ഞാൻ ഉള്ളിലേക്ക് അമർത്തി വെച്ചിട്ട് ഇങ്ങനെ അമർത്തി വെക്കാറാണ് ചെയ്യാറ്. ഇതുകൊണ്ട് ഇവിടുത്തെ ആ കയ്യിൽ പോരും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് സാധനം കയറ്റി വെക്കാം. ഇതിപ്പോൾ എങ്ങനെ ഇക്വിലിബ്രിയത്തിൽ എത്താൻ നമുക്ക് മനസ്സിലാവുന്നില്ല. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മെത്തത് നമുക്കിങ്ങനെ എനിക്ക് തോന്നുന്നു വെത്തൾ ഇങ്ങനെ വെക്കേണ്ടി വരും. നിലത്തേക്ക് മീൻ്റെ വെള്ളം പോയി. വെത്തൾ ഇങ്ങനെ വെക്കേണ്ടി വരും, അതാവും നല്ലത്. നമുക്ക് ഇനി ഡോറ് കൊണ്ട് നടക്കാം. മമ്മ വന്നിട്ട് പേടിക്കാൻ നമ്മൾ ഓക്കെ സെറ്റ്. ഇനി ഞാൻ ഈ കൈയൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. ഇതിൻ്റെ പുതിയ ഡ്രസ്സാണ്, ഇത് മീൻ നാറ്റിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു വെക്കണമെങ്കിൽ എനിക്ക് കംഫർട്ടബിൾ ആയ ഡ്രസ്സിൽ വരണ്ട. അപ്പോൾ ഞാൻ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം ഗൈസ്. സോ ഗൈസ്, ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് വേറെ പണി കൂടി കിട്ടിയേക്കണ്, സായിമോനെ പഠിപ്പിക്കുക എന്നുള്ള പണി. ഹിന്ദിയാണ്. എനിക്ക് ഹിന്ദി പറയാനും എഴുതാനൊക്കെ അറിയുള്ളൂ. പഠിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് പണ്ട് മുതലേ കഴിവില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മലയാളം പഠിപ്പിച്ചു കൊടുക്കണം. മലയാളത്തിലൊക്കെ ഞാൻ ഭയങ്കര പുള്ളിയായിരുന്നു. അപ്പോൾ ആസ്വാദന കുറിപ്പ്, ലഘു കുറിപ്പ്, പിന്നെന്താ കുറിപ്പാണ്? വാങ്മയ ചിത്രം, ഡയറി, ലെറ്റർ, അങ്ങനത്തെ സാധനങ്ങൾ എങ്ങനെയൊക്കെ എഴുതുക എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഹിന്ദി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ കുറച്ച് നേരം നമ്മൾ സായിമോൻ ഹിന്ദി വായിക്കുന്നത് കേൾക്കുന്നതാണ്. വേണ്ടേ? എന്തോനെ എഴുതിക്കോട്ടെ, എഴുതി കഴിഞ്ഞാൽ പഠിപ്പിച്ചു കൊടുക്കണം. ഗൈസ്, പഠിത്തം കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ സായിമോന് കോൺഫ്ലാക്സ് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞേ പാൽപ്പൊടി ഇല്ലാതെ തന്നെ എല്ലാ സങ്കടം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന്. ആ സങ്കടം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടം കോൺഫ്ലാക്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ തീർന്നിട്ടുള്ളൂ. അല്ല, തീർന്നിട്ടില്ല, ഫുള്ള് തീർക്കണേ. അത് തീർന്നോളൂ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഈ ബുക്കൊക്കെ എടുത്തേക്കട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ ടൈം ആയപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് മൈദദോശ ഉണ്ടാക്കിയിട്ട് അതിൽ തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടോ. കാരണം തേങ്ങയും പഞ്ചസാരയും ഉണ്ടാക്കിയതോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞാൽ ഓക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മൈദദോശ ഉണ്ടാക്കി അതിലേക്ക് തേങ്ങ പഞ്ചസാരയൊക്കെ വെച്ചു. ബാക്കി കുറച്ച് ദോശയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് വിശപ്പ് കുറച്ച് കൂടുതലാണല്ലോ, അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് അത് കഴിക്കാൻ തോന്നിയാൽ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് കുറച്ച് കൂടുതൽ മൈദദോശ ഉണ്ടാക്കിയത്. അങ്ങനെ ഇത് ഞങ്ങളവിടെ മയ്യത്തപ്പം എന്നാണ് പറയാറ്, പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് പറയാറ്. അതിൻ്റെ വേറെ പേരെന്നാണ് എനിക്കൊരു പിടുത്തല്ല. അങ്ങനെ പിന്നെ ഞാനും സായിമോനും ചോറാണ് കഴിച്ചത്. മമ്മ ആ മൈദദോശൻ്റെ ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയും ഫില്ല് ചെയ്ത സംഭവമായിട്ടാണ് കഴിച്ചത്. പിന്നെ പാൽപ്പൊടിയൊക്കെ മേടിച്ചാലേ അതിൻ്റെ ഒരു ഊക്കിൽ ഫസ്റ്റ് തന്നെ പാൽ ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ചു രാത്രി. എനിക്ക് രാത്രി ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഗൈസ്, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നേരെ പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.